മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിന് മുമ്പ് ഏത് പ്രധാനമന്ത്രിയാണ് നിഗംബോധ്ഘട്ടിൽ സംസ്കരിച്ചതെന്ന് BJP വ്യക്തമാക്കണമെന്ന് കോൺഗ്രസിന്റെ വക്താവ് പവൻ ഖേര 24 പറഞ്ഞു. Which former Prime Minister was cremated in Nigambodh Ghat? We are waiting for a response. Was Atalji cremated at Nigambodh Ghat? For Atalji, they could immediately identify a piece of land. But for Manmohan Singh ji, they cannot identify a piece of land even today, 4 days. They cannot. Why? If it was Gautam Adani, they would have identified any land for him. Airports, ports, mines, everything for Gautam Adani. But for a former Prime Minister of India, everybody is proud of Dr. Manmohan Singh. They cannot look for a few yards of land for him. And this Prime Minister claims that he doesn't sleep at night, he works 18 hours. In these 18 hours, he could not do this. Shame on him. കേരളത്തെ അപമാനിച്ച മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണയ്ക്കെതിരെ നടപടി വേണമെന്നും പവൻ ഖേര ആവശ്യപ്പെട്ടു. BJPയുടെ ഭരണഘടനാ വിരുദ്ധ മാനസികാവസ്ഥ വ്യക്തമാക്കുന്നതാണ് ഇയാളുടെ പ്രസ്താവന. റാണയ്ക്കെതിരെ നിയമ നടപടി ആലോചിക്കുമെന്ന് പവൻ ഖേര 24 പറഞ്ഞു. He is not just an ordinary BJP leader, he is a sitting minister of the Maharashtra cabinet. And if this is the mindset against the constitution, frankly, this is anti-constitution. How can you label Kerala as mini Pakistan? They have one MP which comes from Kerala. Is he also winning in Pakistan? I think Mr. Nadda and Mr. Modi need to apologize to the people of Kerala. We will do whatever needs to be done to ensure that people like him don't open their mouths and talk rubbish like this against a large section of our own people. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. SKN, ഗുഡ് മോർണിംഗ്. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേര 24 പ്രതികരണം നൽകിയിരിക്കുന്നത്. ഒന്ന്, ശർമിഷ്ഠ മുഖർജി ഉന്നയിച്ച വിമർശനം. എന്നാൽ ശർമിഷ്ഠ മുഖർജിയുടെ വിമർശനങ്ങൾക്ക് താൻ മറുപടി പറയാനില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ സ്ഥലം അനുവദിക്കാത്തതിലെ വിമർശനമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഗൗതം അദാനിക്കാണെങ്കിൽ ഏത് നിമിഷവും ഏത് ഭൂമിയും നൽകാൻ നരേന്ദ്രമോദി തയ്യാറായെന്ന്. പക്ഷേ ലോകം അംഗീകരിച്ച ഒരു സാമ്പത്തിക വിദഗ്ധൻ, ലോകം ആദരിച്ച മുൻ പ്രധാനമന്ത്രി, അതുപോലൊരു വ്യക്തിക്ക് ഇതുവരെ സ്ഥലം നൽകാൻ നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. മാത്രമല്ല, അതിന് പകരം വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നത്. ഏത് തരത്തിലാണ് അപമാനിക്കാൻ കഴിയുക, അതിന്റെ എല്ലാം നിലപാട് സ്വീകരിക്കുന്നതിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. വിമർശനമാണ് എന്തായാലും കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. മറ്റു വിഷയങ്ങൾ, പ്രത്യേകിച്ചും ശർമിഷ്ഠ മുഖർജി, അതോടൊപ്പം തന്നെ അഭിജിത്ത് മുഖർജി, ഈ ഇരുവരും നടത്തിയ പരാമർശങ്ങളിൽ അതൊരു കുടുംബപരമായ കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗ് വിഷയത്തിലെ കൃത്യമായ നിലപാടും വിമർശനവും തുടരുന്നുണ്ട്. മറ്റൊന്ന്, നിതീഷ് റാണ, മഹാരാഷ്ട്രയിലുള്ള മന്ത്രി നിതീഷ് റാണ കേരളത്തിനെതിരെ ഇന്നലെ നടത്തിയ ഒരു ഗുരുതരമായ കേരള വിരുദ്ധ പരാമർശമുണ്ട്. കേരളം മിനി പാകിസ്ഥാനാണെന്നാണ് അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയത്. അതിനുള്ള വിമർശനവും ഇന്ന് എന്തായാലും മറുപടിയും ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളം ഒരു മിനി പാകിസ്ഥാനാണെങ്കിൽ കേരളത്തിനൊരു BJP MP ഉണ്ടല്ലോ, ഇനി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് ഒഴിവാക്കുമോ, അല്ലെങ്കിൽ കേരളത്തിലെ BJP അംഗം വന്നത് മിനി പാകിസ്ഥാനാണല്ലോ എന്ന ചോദ്യമാണ് എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഒരു നിയമ നടപടി അടക്കം ആലോചിക്കും എന്ന് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. നമുക്കറിയാം നിതീഷ് റാണയുടെ ഈ പ്രസ്താവന ഏത് അടിസ്ഥാനത്തിലാണെന്ന്. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ നിന്ന് വിജയിച്ചത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അത്തരമൊരു പരാമർശം നിതീഷ് റാണെ നടത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. മാത്രമല്ല, സാധാരണ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവ് ഒന്നുമല്ല, ഒരു മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമായ മാനസികാവസ്ഥ ഇപ്പോഴും BJPക്ക് ഉണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് ഈ പരാമർശം എന്ന ഒരു വിമർശനമാണ് എന്തായാലും പവൻ ഖേര നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയും JP നദ്ദയും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് മാപ്പ് പറയണം, അല്ലെങ്കിൽ നിതീഷ് റാണയ്ക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ വലിയ വിവാദവും അതോടൊപ്പം തന്നെ വിമർശനവും എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളം പോലൊരു സംസ്ഥാനത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് ഏത് മാനസികാവസ്ഥയിൽ നിന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. നിതീഷ് റാണ നേരത്തെയും ഗുരുതരമായിട്ടുള്ള വിരുദ്ധ പരാമർശം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിരുദ്ധ പരാമർശം, അതോടൊപ്പം തന്നെ മറ്റ് വിവാദ പരാമർശം നടത്തി വാർത്തകൾ നിറഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. SKN. താങ്ക് യു. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതുപോലെ
ഈ മിനി പാകിസ്ഥാൻ എന്ന് കേരളത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അപമാനമാണ്. മഹാരാഷ്ട്ര മന്ത്രി ഭരണഘടനയുടെ കൂറു പുറത്തുമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയും ഇങ്ങനെ പറയാൻ പാടില്ല. നിതീഷ് റാണയെ അവിടുത്തെ BJPയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ അങ്ങനെയാണെങ്കിൽ വിലക്കേണ്ടതാണ് താനും. അദ്ദേഹവും ഈ കാര്യത്തിൽ മാപ്പ് പറയണം എന്നാണ് ഞങ്ങളുടെ അതിശക്തമായ അഭിപ്രായം. ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രവർത്തകരും ഇപ്പോൾ പാർട്ടിയിലെത്തുന്നത് പാർട്ടിയുടെ നിലപാട് കണ്ട് അട്രാക്റ്റഡ് ആയിട്ടൊന്നുമല്ല, പണം മോഹിച്ചാണ് എന്നാണ് ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളൊരു ഗുണം ഈ നിരാസവും മൂല്യശോഷണവും ഒരുപാട് നടക്കുന്നുണ്ട്. ഒരാൾ കുറച്ച് കൈക്കൂലി വാങ്ങിക്കുന്നതൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ഈ മാധ്യമത്തിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പല പാർട്ടികളുടെയും തലപ്പത്ത് നിൽക്കുന്ന പല നേതാക്കന്മാരും ഈ അഴിമതിയിൽ നിന്ന് മുക്തരല്ല എന്നുള്ളതാണ് പുതിയ കാലത്ത് പല ചെറുപ്പക്കാരും ഈ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നത് എന്നുകൂടി ഞാൻ മനസ്സിലാക്കും.